ദുരിതം വിതച്ച് സംസ്ഥാനത്ത് അതിശക്തമായ മഴ. പാലക്കാടും കോട്ടയത്തും ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. മധ്യകേരളത്തിൽ മഴ കൊടിയ ദുരിതമാണ് വിതച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോട്ടയത്ത് നഗരത്തിലടക്കം വെള്ളം കയറി. കുട്ടനാട്ടിൽ വീണ്ടും മടവീഴ്ചയുണ്ടായതിനെ തുടർന്ന് വ്യാപകമായി കൃഷി നശിച്ചു. മിക്ക ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. ജലനിരപ്പ് ഉയർന്നാൽ ബാണാസുര സാഗർ ഡാം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അന്വേഷണം പൂർത്തിയാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇത് BJPക്കും UDF-നുമായിരിക്കും ഒരു ബൂമറങ്ങായിട്ട് മാറേണ്ടത്. ലക്ഷണങ്ങളാണ് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്കത് വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് CPM BJP ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ വിശദീകരണം ഉണ്ട്. CPM-ഉം RSS-ഉം തമ്മിൽ യോജിക്കുമെന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലാതെ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം എഴുന്നള്ളിക്കും? അത് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നുണ്ട്? കേരളത്തിൽ 300-ൽ പരം CPM പ്രവർത്തകന്മാരെ കൊന്ന RSS-ഉമായിട്ട് ഞങ്ങൾ യോജിക്കും എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? RSS-കാര് അത് വിശ്വസിക്കുമോ? അപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ നട്ടാൽ മുടക്കാത്ത നുണ പറയുന്ന സ്ഥിതി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് തന്നെ യോജിച്ചതാണോ? അത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. RSS ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് കേരളത്തിൽ CPM-നെയാണ്, കോൺഗ്രസിനെയല്ല. കോൺഗ്രസിനെതിരായിട്ട് കേരളത്തിലെ BJP-ക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ. BJP-ക്കെതിരായിട്ട് കോൺഗ്രസും പറയുന്നില്ലല്ലോ. ഇതല്ലേ ഒത്തുകളി? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ രാജസ്ഥാനിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ BJP കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുന്നു. കേരളത്തിൽ എന്താ കോൺഗ്രസ് അതിനെപ്പറ്റി അനങ്ങാത്തത്? ജനാധിപത്യം തകർക്കുകയല്ലേ. അതിനെ മൗനം പാലിക്കുന്നത് BJP എതിർക്കാൻ കഴിയില്ല എന്നതുകൊണ്ടല്ലേ. BJP എതിർക്കേണ്ടുന്ന ഒരു പ്രശ്നവും ഏറ്റെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറാവാത്തത് BJP-ക്കാരെ വെറുപ്പിക്കണ്ട എന്നുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചതുകൊണ്ടല്ലേ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഞാൻ മുല്ലപ്പള്ളിയോട് ചോദിക്കട്ടെ, 1984-ലാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായി കണ്ണൂരിൽ നിന്ന് പാർലമെന്റ് മെമ്പറായത്. 84. അന്ന് RSS-ന്റെ സഹായം ആർക്കായിരുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ BJP ഒരു സ്ഥാനാർത്ഥിയെ പോലെ നിർത്താനും തയ്യാറായില്ല കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 1984. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറന്നു പോകരുത്. അങ്ങനെ അവരുടെ സഹായം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള അത് CPM-ന്റെ മേൽ കെട്ടിവച്ച് രക്ഷപ്പെടാം എന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അസമമായിരിക്കും. ഈ 1977-ലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസംഘത്തിന്റെ സഹായത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നും T. ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ LK അദ്വാനി പങ്കെടുത്തിരുന്നു എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ആദ്യം BJP-യുടെ സഹായം നേടിയത് CPM ആണ് എന്നുള്ളതാണ് ആക്ഷേപം. ഇതെല്ലാം ഷമ്മി പഴകിത്തെളിച്ച ഒരു ആരോപണമല്ലേ. 1977-ൽ ജനസംഘം ഉണ്ടോ? 1977-ൽ ജനതാ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയാണുള്ളത്. അവരാണ് 77-ൽ ഇടതുപക്ഷവുമായിട്ട് ധാരണ ഉണ്ടാക്കിയത്. 77-ലാണ്. പിന്നീട് RSS-ക്കാർ ജനതാ പാർട്ടിയിൽ ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇതൊരു പ്രചരണമായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. CPM BJP ബന്ധമെന്നുള്ള KPCC അധ്യക്ഷന്റെ ആരോപണം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയില്ല തുടങ്ങിയ വിശദീകരണങ്ങൾ കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നത്. വീണ്ടും മഴക്കെടുതിയുടെ വാർത്തകളിലേക്ക് തന്നെ. മഴ വീണ്ടും ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിലാണ് റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ്. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. കാലവർഷക്കെടുതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. കൃത്യമായ രീതിയിൽ
നേരത്തെ ഒരുപക്ഷെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ കുട്ടനാട് പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കഴിഞ്ഞ തവണ പ്രളയമുണ്ടായിരുന്ന പ്രളയഭീഷണി ശക്തമായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും ജലനിരപ്പ് ആദ്യം തന്നെ ഉയരുന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടേയും ഇരിക്കുകയാണ്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേക്ക്. കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ കുട്ടനാടൻ മേഖലയിലേക്ക് ജലം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പല പാടശേഖരങ്ങളും വീഴുന്നൊരു സാഹചര്യമുണ്ട്. വലിയതുരുത്ത് പാടശേഖരം അടക്കമുള്ള പാടശേഖരങ്ങൾ മടവീണ് തകരുകയും ഒപ്പം തന്നെ ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് കൈനഗിരി പഞ്ചായത്തിലെ 2ാം വാർഡാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി മട വീണതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകളെല്ലാം മുങ്ങിയ ഒരു സാഹചര്യത്തിലാണ്. പ്രദേശവാസികളോട് തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാണ്? കഴിഞ്ഞ 2018 പ്രളയത്തിന് അനുബന്ധമായ അതേ രീതിയിൽ വെള്ളം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഒഴുക്കുണ്ടോ? നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എന്റെ വീടിന്റെ തെക്കുവശം മട വീണത്. ഇപ്പൊ എന്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു. അത്യാവശ്യം ചാക്കിനകത്ത് കിട്ടിയത് തുണി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ. എന്റെ രേഖകൾ പോലും ആധാർ, ID, റേഷൻ കാർഡ് ഒന്നും തന്നെ എന്റെ കയ്യിലില്ല. എല്ലാ സാധനങ്ങളും എന്റെ നിന്ന് പോയി. പിന്നെ 85 വയസ്സുള്ള ഒരു അമ്മയും 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. മാറി താമസിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും വരാൻ റെഡി ആയിരിക്കണമെന്ന് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പക്ഷേ ഈ കോവിഡിന്റെ ഒരു ഇത് കാരണമാണ് ഞങ്ങൾക്ക് പോകാനൊരു പേടിയുണ്ടായത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന സാഹചര്യമാണ്. അതായത് പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഇപ്പോൾ കുട്ടനാട് നിവാസികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പലരും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പലയിടങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏകദേശം 300ഓളം കുടുംബങ്ങളാണ് ഈ വലിയ തുരുത്ത് പാടശേഖരവുമായി ബന്ധപ്പെട്ട് കൈനഗിരി പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ വെള്ളത്തിൽ വീടുകൾ വെള്ളം നിറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. പല ആളുകളും പ്രദേശം വിട്ട് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പ് നിലനിൽക്കുന്നത് കൊണ്ട് കോവിഡിന്റെ ഭീഷണി ഉള്ളതുകൊണ്ടും ആളുകൾക്ക് ക്യാമ്പിലേക്ക് പോകുന്നതിന് ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ശരണ്യ നൽകിയത്. കോട്ടയത്തും നഗരത്തിൽ വരെ വെള്ളം കയറിയ അവസ്ഥ. കോട്ടയത്തിന്റെ അതിർത്തി ജില്ലകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നതും വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പല ഭാഗത്തും വെള്ളം കയറിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകളുണ്ട്. കോട്ടയത്ത് നിന്ന് ജി ശ്രീത്തിന്റെ റിപ്പോർട്ട് കാണാം. കോട്ടയത്ത് കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 മണിക്കാറ്റിൽ NDRFന്റെ മറ്റും സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 ബോട്ടുകളിലായാണ് ഈ സംഘം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർ ഒഴുകിപ്പോയ സ്ഥലത്തടക്കമുള്ള തെരച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. കോട്ടയം ജില്ലയിൽ ആകെ മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതാണ്ട് 3200-ൽ അധികം ആളുകളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. കിഴക്കൻ മേഖലകളിൽ തീക്കോയി അടക്കമുള്ള മേഖലകളിൽ മഴ തുടരുന്നതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിലവിൽ അപകടങ്ങൾ ഉണ്ടായത് ഇവിടെ മാത്രമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് ഈ റോഡിൽ വെച്ച് കാറ് ഒഴുക്കിൽപ്പെടുകയും പുഴയിലേക്ക് വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത്. പ്രത്യേകിച്ച് തിരുവാർ, പൈമനം പോലുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ ആകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. പലരും ക്യാമ്പിലേക്ക് മാറാൻ കോവിഡ് ഭീതി മൂലം മാറാത്ത സാഹചര്യമുണ്ട് എന്നും അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു വരികയാണ്. അവരെ നിർബന്ധിച്ച് തന്നെ മാറ്റുന്ന സ്ഥിതിവിശേഷം. സമ്പർക്കത്തിൽ ഉള്ളവർക്കായി പ്രത്യേക ക്യാമ്പുകളും തുടങ്ങുന്ന സ്ഥിതിവിശേഷം കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ജില്ലയിൽ കാണാൻ പറ്റുന്നത്. വൈക്കം താലൂക്കിലടക്കം നിരവധി പേർക്ക് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും നിലവിൽ കൂടുതൽ ഉരുൾപൊട്ടൽ പോലും ഉണ്ടാകാത്തത് ആശ്വാസമാണ്. ശ്രീജിത്ത് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വീടുകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥ. നഗരത്തിലും വെള്ളം കയറിയിരിക്കുന്നു. ഗതാഗതവും തടസ്സം വന്നിരിക്കുന്നു പല ഭാഗത്തു നിന്നും. കോട്ടയത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പത്തനംതിട്ടയിൽ നിന്ന്
ശശിനാരായണൻ ചേരുന്നു. പത്തനംതിട്ടയിലും ജലനിരപ്പ് ഉയരുക തന്നെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യം പമ്പ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണെന്നുള്ളതാണ്. ശശി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 1/2 മീറ്റർ കൂടി ഉയർന്നാൽ ഡാം തുറക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴെങ്ങനെയാണ്? ജലനിരപ്പ് കൂടുതൽ ഉയരുന്ന രീതിയാണോ? മഴ പെയ്യുകയാണോ ജില്ലയിൽ? തുറക്കാൻ തീരുമാനമെടുത്തിരുന്നത് കളക്ടർ ഇപ്പോൾ തന്നെ ഡാം സേഫ്റ്റി ഡാമിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. 40 സെന്റിമീറ്റർ ജലം പമ്പാ നദിയിലേക്ക് ഉയരാൻ ഇത് കാരണം 40 സെന്റിമീറ്റർ ജലം പമ്പാ നദിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തുറന്നാൽ വൈകിട്ട് 5 മണിയോടെ വെള്ളം റാന്നിയിൽ എത്തിച്ചേരും. 5 മിനിറ്റോടുകൂടി തന്നെ വെള്ളം ചേർത്തക്ക രീതിയിൽ പെട്ടെന്ന് തന്നെ 6 ഷട്ടറുകൾ തുറന്ന് 2 അടി വീതം തുറക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിൽ 982 അടി 982 മീറ്ററായി വെള്ളം കുറയ്ക്കുകയാണ് തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാം തുറക്കുന്നത്. ഇപ്പം 983 മീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. ഇനി ഉയർന്നാൽ അത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. പിന്നെ കൂടുതൽ അത് ഒരു വലിയ ഒരു പ്രളയത്തെ തുറന്നാൽ വലിയൊരു പ്രളയ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 6 ഷട്ടറുകൾ 2 അടി വീതമാണ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. 1/2 മണിക്കൂറിനകം ഡാം തുറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റാന്നിയിൽ ഇതിന്റെ ഭാഗമായി മുൻകരുതലിന്റെ ഭാഗമായി 19 ബോട്ടുകൾ എത്തിച്ചു കഴിഞ്ഞു. വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകളെയെല്ലാം ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ തരത്തിൽ വെള്ളം വരാതിരിക്കാനാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. ജലനിരപ്പ് 982 മീറ്റർ എത്തിക്കുന്നതിനാണ് നടപടി സ്വീകരിക്കുന്നത്. 9 മണിക്കൂർ ഡാം തുറന്നു വയ്ക്കും. തിരുവല്ലയിലും 6 ബോട്ടുകൾ ഇതിന്റെ ഭാഗമായി എത്തിച്ചിട്ടുണ്ട്. പമ്പാ ഡാം തുറക്കുന്നതിൽ ആശങ്ക ഇപ്പം നിലവിലില്ലെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ പറയുന്നത്. മഴ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയെങ്കിൽ ഡാം തുറക്കാതിരുന്നാൽ അത് വലിയ ഒരു പ്രളയ സാധ്യതയ്ക്കും വലിയൊരു അപകട സാധ്യതയ്ക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വരും മണിക്കൂറുകളിൽ മഴയുടെ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഡാം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി മുതൽ ഡാം തുറക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഡാം തുറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു. കാരണം മഴ കിഴക്കൻ മലയോര മേഖലകളിലും ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാം തുറക്കാതിരുന്നാൽ പമ്പാ നദിയിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം തുറന്നു വിട്ടാൽ അത് വലിയൊരു പ്രളയത്തിലേക്ക് നയിക്കും എന്നുള്ള കാരണം കൊണ്ട് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡാം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 982 അടിയായാണ് ഡാമിന്റെ ജലനിരപ്പ് 982 മീറ്ററായി കുറയ്ക്കുകയാണ് ഈ ഡാം തുറക്കുന്നതിനുള്ള ലക്ഷ്യമിടുന്നത്. ഇതിന്റെ മുൻകരുതൽ ഭാഗത്തുള്ള നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 1/2 മണിക്കൂറിനകം ഡാം തുറക്കും. എല്ലാ സ്ഥലത്തും അതായത് റാന്നിയിലും ആറന്മുളയിലും തിരുവല്ലയിലും അടക്കം ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. തീരങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നുള്ള നടപടികൾ നടക്കുന്നു. എല്ലാ സർവ്വ സജ്ജങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 9 മണിക്കൂറാണ് ഡാം തുറന്നു വയ്ക്കുന്നത്. അപർണ. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്. പമ്പ ഡാം 1/2 മണിക്കൂറിനുള്ളിൽ തുറക്കാനുള്ള മുന്നറിയിപ്പുകളാണ് ഉള്ളത്. 6 ഷട്ടറുകൾ 2 അടി വീതം തുറക്കും. 9 മണിക്കൂറാണ് ഡാം തുറന്ന് വെക്കുക. 5 മണിക്കൂറിനുള്ളിൽ വെള്ളം റാന്നിയിൽ എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശശി, പ്രധാനമായും റാന്നി നഗരത്തിൽ 5 മണിക്കൂറിനുള്ളിൽ ജലം എത്തുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നു. പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായതാണ്, ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചതാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രളയത്തിന്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെയെല്ലാമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ശ്രദ്ധിക്കേണ്ടത് എവിടെയെല്ലാമാണ്? അപർണ, വലിയൊരു ജാഗ്രത നിർദ്ദേശം തന്നെയാണ്. കാരണം മഴ കനത്ത് കഴിഞ്ഞ വർഷത്തെ പ്രളയ സാധ്യത ജില്ലയിൽ നിലനിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം വലിയ ഒരു കാര്യം തന്നെയാണ് ഈ മുൻകരുതലിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. ആളുകളെ നദീതീരങ്ങളുടെ പമ്പയാറിന്റെ തീരത്തുള്ള ആളുകളെ വെള്ളം കയറാനുള്ള പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റി അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി കേന്ദ്രസേന എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടത്താനുള്ള ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്ന ഒരു നടപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ റാന്നി മുതൽ ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ല മേഖലകളിലൊക്കെ പമ്പാ നദിയിൽ ജലം ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലും ഇവിടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു നടപടി കൊണ്ട് നടന്നു വരികയാണ്. ഈ മാധ്യമങ്ങൾക്കൂടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷമായിരിക്കും ആളുകളെ കൂടുതൽ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പിന്റെ ഭാഗം കൂടി തന്നെയാണ് ഇന്ന് കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇത് ആളുകൾ തീർച്ചയായും ശശി, ഇപ്പോൾ കളക്ടറുടെ പ്രതികരണവും ലഭ്യമായിരിക്കുന്നു. മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചു എന്നാണ് കളക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം.
മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നുവെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശശി, ഒന്നുകൂടി 2018 ഉള്ള ഒരു സ്വഭാവ രീതിയിൽ പെട്ടെന്ന് ആൾക്കാർക്ക് മാറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. അതിൻ്റെ ദുരന്തഫലം കണ്ടതുമാണ്. പക്ഷേ ഇത്തവണ കൃത്യമായ രീതിയിൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടാകാത്ത രീതിയിൽ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലെല്ലാം സജ്ജീകരണങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതെ അപർണ, തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അത്തരത്തിൽ തന്നെ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ്. കാരണം കൃത്യമായ ആളുകളെ 2018 പ്രളയത്തിൽ വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവിടെ ഈ റാന്നി ആയാലും ആറന്മുള ആയാലും കോഴഞ്ചേരി ആയാലും ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും അതുപോലെ വീടുകളും വീട്ടുപകരണങ്ങളും വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നത്. ഈ സാഹചര്യം കൂടി മുന്നിട്ടുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നേതൃത്വത്തിൽ വലിയൊരു മുന്നൊരുക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഡാമിൽ ഇത്തരത്തിൽ പമ്പ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു ആശങ്ക കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടർന്നു വന്നു. ഇന്നലെ 983 മീറ്റർ ആയപ്പോൾ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഈ 3 നദികളുടെയും ജലനിരപ്പ് ക്രമാതീതമായി വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഡാം കൂടി ഇപ്പോൾ തുറന്ന് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡാം ഇപ്പോൾ തുറന്നില്ലെങ്കിൽ വരുന്ന മണിക്കൂറുകൾ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു അപകട സാധ്യത ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ഡാമിന്റെ ജലനിരപ്പ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 982 മീറ്ററായി കുറച്ചുകൊണ്ട് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. 9 മണിക്കൂർ തുടർച്ചയായി ഡാം തുറന്നു വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇതിന് പ്രത്യേക ആശങ്ക ഒന്നും തന്നെയില്ല. കാരണം മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കക്കാത്താറിൽ 56% വെള്ളം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മൂഴിയാറിലും മണിയാറിലും വെള്ളം കുറവുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഡാം തുറന്നാൽ വലിയ ഗുരുതര സാഹചര്യം ഉണ്ടാകത്തില്ല. പക്ഷേ ഡാം തുറക്കാതിരുന്നാൽ മഴ വരും മണിക്കൂർ വർദ്ധിച്ചാൽ ഇത് വലിയൊരു. അതോടൊപ്പം തന്നെ ശശി, 9 മണിക്കൂറോളം ഡാം തുറന്നു വെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടെ കടക്കുന്ന ആ രീതിയിലുള്ള ജലനിരപ്പ് തുടരും എന്നുള്ള ഒരു വിലയിരുത്തലാണോ ഉള്ളത്? അതെ, തീർച്ചയായും തുടർച്ചയായിട്ട് 9 മണിക്കൂർ ഡാം തുടർച്ചയായി തുറന്നു വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തുറന്നു വെച്ചെങ്കിൽ മാത്രമേ ഈ 982 മീറ്ററായി ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കാനാണ്. ഡാമിന്റെ സംഭരണശേഷി എന്ന് പറയുന്നത് 986 മീറ്ററാണ്. അതിൽ 983 മീറ്റർ ആയപ്പോൾ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്തത് റെഡ് അലർട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതോടും വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കൂടുതൽ വരുന്നു. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡാം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അരമണിക്കൂറിനകം പമ്പ ഡാം തുറക്കും. ഇതിന്റെ പ്രദേശത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും മുൻകരുതലിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ, കാരണം ഈ ഡാം തുറക്കുമ്പോൾ മറ്റൊരു ആശങ്കയുള്ളത് ജലനിരപ്പിന്റെ ഭാഗമായി പമ്പയിൽ ചിലപ്പം ഒരു ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ നേരിയ ജലനിരപ്പും പമ്പയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഡാം തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാധ്യത ഒന്നും തന്നെയില്ല എന്ന് തന്നെയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ശശി നാരായണൻ നൽകിയത്. അരമണിക്കൂറിനകം പമ്പ ഡാം തുറക്കുമെന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. 6 ഷട്ടറുകളാണ് തുറക്കുക. 9 മണിക്കൂർ ഷട്ടർ തുറന്നു വയ്ക്കും. 2 അടി വീതമാണ് തുറക്കുക. 5 മണിക്കൂർ കൊണ്ട് ജലം റാന്നിയിൽ എത്തുമെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഏതായാലും മുൻകരുതൽ നടപടികളെല്ലാം നേരത്തെ തന്നെ സ്വീകരിച്ചു വരികയാണ്. ആൾക്കാരെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇപ്പോൾ റാന്നി MLA ശ്രീ രാജു എബ്രഹാം നമുക്കൊപ്പം ചേർന്നു. ശ്രീ രാജു എബ്രഹാം, പമ്പ ഡാം തുറക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു എന്നും ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണോ? പമ്പ ഡാം അരമണിക്കൂറിനുള്ളിൽ തുറക്കും. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു. വെള്ളം തുറന്നുവിടാൻ സ്പിൽവേയിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അടി തുറന്നാൽ മതിയാവും. അതേസമയം കൂടി നമ്മൾ കാത്തിരുന്നാൽ അവിടെ മഴ തുടരുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളൊരു 4 അടി ഒക്കെ തുറക്കേണ്ട ഒരു ഘട്ടം നമ്മളെത്തും. അതുകൊണ്ട് ഇപ്പൊ തുറന്നു വിട്ടാൽ നമുക്ക് പമ്പയിലൊരു ശരാശരി 3 അടി വെള്ളവും റാന്നി ഭാഗത്ത് ഒരു 5 അടി വെള്ളവും അതിന്റെ താഴെയോട്ട് ഏതാണ്ട് ആ നിലയിൽ വെള്ളം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം വെള്ളം പൊങ്ങിയ ഏതാണ്ട് ഇപ്പോൾ ഒരു 8 അടി 9 അടി വരെ താണിട്ടുണ്ട്. അപ്പൊ അത് പഴയ സ്ഥിതിയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴേ തുറന്നില്ലെങ്കിൽ നമുക്കത് കൂടുതൽ അളവിൽ പിന്നീട് ഡാം തുറക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പൊ തുറക്കുന്നതാണ് നല്ലത്.
ശ്രീ രാജു അബ്രഹാം, റാന്നിയിൽ 5 മണിക്കൂർ കൊണ്ട് വെള്ളം എത്തുമെന്ന് പറയുന്നു. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ രീതിയിൽ വലിയൊരു അപകടത്തിലേക്ക്, അല്ലാതെ ഗതാഗതം തന്നെ പൂർണ്ണമായി സ്തംഭിക്കുന്ന രീതിയിൽ ആൾക്കാരെ മാറ്റാനും പോലും പറ്റാത്ത രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോകുകയില്ല എന്ന് ഉറപ്പാക്കാമോ ഇപ്പോൾ? നമുക്ക് വെള്ളിയാഴ്ച കനത്ത മഴയെ തുടർന്ന് വെള്ളം പൊങ്ങിയപ്പോൾ റാന്നി ടൗൺ വെള്ളത്തിനടിയിലായിരുന്നു. എല്ലാ കടകളിലും വെള്ളം കയറി, ധാരാളം വീടുകൾ, 2000-ഓളം വീടുകളിലും വെള്ളം കയറി. നമ്മൾ തലേ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ സാധനങ്ങളൊക്കെ പരമാവധി കളത്തി വെച്ചു, 2ാം നില അടുത്ത വീടുകളിലേക്ക് വെച്ചു. കടക്കാർക്കും സാധനങ്ങൾ മാറ്റാനുള്ള സാവകാശം കിട്ടി. പക്ഷേ 2018-ൽ കടകളിൽ പൂർണ്ണമായി മുങ്ങിപ്പോയപ്പോൾ അവരുടെ സാധനങ്ങളും പോയിരുന്നു, അവരുടെ ഫർണിഷിങ്ങും പോയി. പിന്നീട് വളരെ കടമെടുത്താണ് ഈ ഫർണിഷിംഗ് ഒക്കെ നടത്തിയത്. മെനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വെള്ളത്തിൽ കടകളുടെ ഫർണിഷിംഗ് ഭാഗികമായി പോയിട്ടുണ്ട്. പല കടകളിലും 4 അടി 5 അടി വരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സാധനങ്ങളൊന്നും പുനഃസ്ഥാപിച്ച് കടകൾ തുറന്നിട്ടില്ല. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ഇന്ന് ഇപ്പോൾ തുറന്നു വിട്ടാൽ വൈകിട്ടോടുകൂടിയാണ് റാന്നി ഭാഗത്ത് വെള്ളം എത്തുക. 3 മണി 4 മണി ആകുമ്പോഴത്തേനെത്തും. കോഴഞ്ചേരി, ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വൈകിട്ടോടുകൂടി വെള്ളം എത്തും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയൊരു അപകടം ഉണ്ടാവില്ല. കാരണം ഒരു മുന്നറിയിപ്പിനെ തുടർന്നൊരു മുൻകരുതലിലാണ് ജനങ്ങൾ. റാന്നിയിൽ NDRFന്റെ 22 പേരുള്ള വലിയൊരു ടീം ആർക്കോണത്തു നിന്ന് വന്നിട്ടുണ്ട്, ക്യാമ്പ് ചെയ്യുകയാണ്. കൊല്ലം വാടി കടപ്പുറത്തു നിന്നുള്ള 5 വെള്ളം റാന്നിയിലും 5 വെള്ളം ആറന്മുളയിലും അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് റാന്നിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് കൊട്ടവഞ്ചി 8 കൊട്ടവഞ്ചിയുടെ ടീം റാന്നിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പരമാവധി മുൻകരുതലുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാരകമായ ഒരു അപകടം ഉണ്ടാവും തോന്നുന്നില്ല. മാത്രവുമല്ല, ഏറ്റവും വലിയ ഡാം കക്കി ആനത്തോട് ഡാമാണ്. അവിടെ 55% മാത്രമേ വെള്ളമായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. 2018-ൽ ഈ ആനത്തോട് ഡാമും തുറക്കേണ്ടതായിട്ട് വന്നു കനത്ത മഴയൊക്കെ. അപ്പോൾ ഡാം തുറന്നുകൊണ്ട് മാത്രം നമുക്ക് അപകടം ഉണ്ടാവില്ല. പക്ഷെ കനത്ത മഴ പെയ്തെങ്കിൽ മാത്രമേ വലിയ തോതിൽ അപകടം ഉണ്ടാവൂ. ഇന്നിപ്പോ റെഡ് അലർട്ട് ജില്ലയിലില്ല എന്നുള്ളത് കൊണ്ട് മഴയുടെ ശക്തി അല്പം കുറവാണ്. ഓക്കെ, വളരെ നന്ദി. ശ്രീ രാജു അബ്രഹാം, റാന്നി MLA ആണ് പ്രതികരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ PB നൂഹും പത്തനംതിട്ട ജില്ലാ കളക്ടർ നമുക്കൊപ്പം ചേരുന്നു. നേരത്തെ തന്നെ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയതാണ്. ഇപ്പോൾ ഒരു 5 മണിക്കൂറിനുള്ളിൽ ജലം റാന്നിയിലും അതോടൊപ്പം തന്നെ കോഴഞ്ചേരിയിലും എല്ലാം എത്തുന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. എല്ലാവിധ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണോ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. ഡാം തുറക്കുന്നത് 2 അടി മാത്രമാണ്. 6 ഷട്ടറുകളുണ്ട്. 6 ഷട്ടറുകളും 2 അടി വീതമാണ് തുറക്കുന്നത്. അതിന്റെ പർപ്പസ് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വാട്ടർ റിലീസ് ചെയ്യുന്നതിലൂടെ റിവറിലെ വാട്ടർ റേസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 40 സെന്റിമീറ്റർ മാത്രമാണ് പുഴയിലെ ജലനിരപ്പ് കൂടുതലായിട്ട് ഉയരാൻ പോകുന്നു ഈ വെള്ളം വരുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ തുറക്കാനായിട്ട് തീരുമാനിച്ചത്. ശ്രീ PB നൂഹ്, ഇത് വൈകുന്നേര സമയങ്ങളിലായിരിക്കും, ഒരു 3-4 മണി കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും വെള്ളം എത്തുക. സ്വാഭാവികമായും ജലനിരപ്പ് രാത്രി സമയങ്ങളിലായിരിക്കുമല്ലോ പിന്നീട് അത് റേസ് ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പോൾ ഈ രാത്രി സമയമാണ് കഴിഞ്ഞ 2 വർഷങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക ജനങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും നമ്മൾ രാത്രി ഡാം തുറക്കുന്ന ഒരു സാഹചര്യം 6 PM to 6 AM തുറക്കുന്നത് ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാത്രി തുറക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പൊ നമുക്ക് നിലവിലുള്ള 983.5 മീറ്ററിൽ വെച്ച് നമുക്ക് തുറക്കാനുള്ള നിർദ്ദേശം വന്നിട്ടില്ല ഗവൺമെന്റിൽ നിന്നും. അതിന്റെ ഉള്ളൊരു വിഷയം 985 മീറ്റർ ആകുന്നത് ഒരു പക്ഷെ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ ശേഷമാണെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്ന 986 മീറ്റർ മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും എത്തിയേക്കാം, നല്ല മഴയുള്ള സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ എത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഡാം തുറക്കേണ്ട ഒരു നിർബന്ധിതരാകും.
അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫുൾ റിസർവോയർ ലെവൽ എത്തിയിട്ട് നമ്മൾ ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ 6 ഷട്ടറുകളും 16 അടി വരെ ഉയർത്താൻ കഴിവുള്ള ഷട്ടറുകളാണ്. അതിൽ നല്ലൊരു പങ്ക് ചിലപ്പോൾ 8 അടി ഒക്കെ ഉയർത്തേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക, കൂടുതലായിട്ടുള്ള വെള്ളം ഒന്നിച്ച് റിലീസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള പല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വെൽ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്ത് ഇത് തുറക്കുന്നത്. നന്ദി. കളക്ടർ എ ബി നൂഹാണ്, പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എല്ലാവിധ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് MLA രാജു എബ്രഹാമും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ഇത് അരമണിക്കൂറിനുള്ളിലാണ് തുറക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. 2 അടി വീതം മാത്രമാണ് തുറക്കുന്നത്. അതായത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ജലനിരപ്പിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല എന്നുകൂടിയാണ് കളക്ടർ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും 5 മണിക്കൂറിനുള്ളിൽ റാന്നിയിലും അതോടൊപ്പം തന്നെ കോഴഞ്ചേരിയിലേക്കും ജലം എത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വരാം. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യം എന്താ ഇവിടെ? ഡബിൾ ഹൗസിന്റെ ഇൻസ്റ്റന്റ് സദ്യ പാലട മിക്സ് കൊണ്ട് പാലട ഉണ്ടാക്കാൻ വെറും 15 മിനിറ്റ് മതി. സ്വാമിയുടെ പാലടയുടെ സ്വാദ് കൂടി. $16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. $16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേർന്നു. ആദ്യം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഉമേഷ്, പ്രധാനമായും ഏതെല്ലാം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? തീരദേശ മേഖലകളിൽ, മലയോര മേഖലകളിലെല്ലാം എങ്ങനെയുള്ള മുന്നറിയിപ്പുകളാണ് ഈ സമയത്ത് വരുന്നത്? നിലവിൽ കുറച്ചുകൂടി ആശങ്കപ്പെടുന്ന രീതിയിലാണ് പുതിയ റെഡ് അലേർട്ടുകൾ വന്നിരിക്കുന്നത്. 7 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഒരുപക്ഷെ മൺസൂൺ ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ 7 ജില്ലകളിൽ ഒന്നിച്ച് റെഡ് അലേർട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രധാനമായി ഇടുക്കി, ആലപ്പുഴ കൂടാതെ ബാക്കിയെല്ലാം മലബാർ ജില്ലയിലാണ്, മലബാർ മേഖലയിലാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204.5 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. അതായത് ഏറ്റവും ഉയർന്ന അലേർട്ടാണ് റെഡ് അലേർട്ട്. ഇതിൽ ഇടുക്കിയിലും വയനാടും കഴിഞ്ഞ 4 ദിവസമായി റെഡ് അലേർട്ട് തുടരുകയാണ്. അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നതും. അതേസമയം തിരുവനന്തപുരത്ത് മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് മാത്രമാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം തീരമേഖലയിൽ അതിശക്തമായ കടൽക്ഷോഭം തുടരുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരമേഖലയിൽ അതിശക്തമായ തിരമാല വീശുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും 1 മണിക്ക് പുതിയ അലേർട്ട് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ വരും. സാധാരണ 1 മണിക്ക് വരുന്ന അലേർട്ടാണ് ഏറ്റവും പ്രധാന അലേർട്ടായി കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അരമണിക്കൂറിനകം പുതിയ അലേർട്ട് വരും. ഇതേ രീതിയിൽ മഴ നാളത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും ഇന്ന് രാത്രിയിലുള്ള സാഹചര്യം ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യവും ഈ അലേർട്ടിൽ അറിയാൻ കഴിയും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്.
കൊച്ചിയിൽ നിന്ന് വിനിത വിജയുടെ റിപ്പോർട്ട് കൂടി കാണാം. ആലുവയും പരിസര പ്രദേശങ്ങളും ജലനിരപ്പ് ഉയരുകയാണെന്നുള്ള റിപ്പോർട്ടായിരുന്നു വിനിത നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് മലയോര പ്രദേശങ്ങളിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറ് കരകവിഞ്ഞൊഴുകുകയാണ്. ഈ സ്ഥലങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് എറണാകുളത്തെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. ഒപ്പം തന്നെ പൂയംകുട്ടി, വാരിയം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ആദിവാസി ഊരുകളിലും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവരെ അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു. നിലവിൽ മൂവാറ്റുപുഴയാറ് കരകവിഞ്ഞ് തന്നെയാണ് ഒഴുകുന്നത്. പെരിയാറും അത്തരത്തിൽ തന്നെയാണ് കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. എങ്കിൽ പോലും ഈ കരയിലേക്ക് കയറിയ വെള്ളം അത് ഇറങ്ങി തുടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ആലുവ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. എന്നാൽ ആ കയറിയ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ തീരത്ത്, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. എങ്കിൽ പോലും ഇടുക്കി ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ഈ ലോവർ പെരിയാർ ഡാമിലൂടെ പെരിയാർ നദിയിലേക്ക് തന്നെയാണ് ഒഴുകുന്നത്. ഇത്തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ പെരിയാറിലെ ഒഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രദേശവാസികളടക്കം ക്യാമ്പിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴയാറ് കരകവിഞ്ഞൊഴുകുകയാണ്. കോതമംഗലത്തെ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഇലാഹി കോളനി, ഒപ്പം തന്നെ സ്റ്റേഡിയം റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ജില്ലയിൽ 38 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 1185 ആളുകളാണ് ഇവിടെയുള്ളത്. കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരോ നിരീക്ഷണത്തിലുള്ളവരോ ഒക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് പ്രത്യേക ക്യാമ്പ് ഒരുക്കുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മണികണ്ഠൻചാൽ, ചപ്പാത്ത് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിൽ, ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചപ്പാത്ത് പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയത് കാരണം അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർക്കും അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവരെ സുരക്ഷിതാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഏതാണ്ട് 6 ദിവസത്തോളമായി കറണ്ട് ഇല്ല എന്നും അറിയുന്നുണ്ട്. ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ ഇടയുള്ള മേഖലകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ കണ്ടെത്തുകയും അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് മഴ അനുഭവപ്പെടുന്നത് മലയോര മേഖലകളിൽ തന്നെയാണ്. വിനിത വിജയുടെ റിപ്പോർട്ട്. ആലുവയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ സാഗറും ചേരുന്നു. സാഗർ, മലയോര മേഖലകളിൽ മഴ തുടരുകയായിരുന്നു. ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായിരുന്നു. റെഡ് അലർട്ട് തുടരുക തന്നെയല്ല ജില്ലയിൽ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ നിമിഷത്തിൽ. അപർണ, ജില്ലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിലാണ് കൂടുതലായി മഴ പെയ്യുന്നത്. മൂന്നാർ, കട്ടപ്പന, രാജാക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളായ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. എന്നാലും ഡാമുകളിലെല്ലാം ജലനിരപ്പ് വളരെ ഉയർന്നിട്ടുണ്ട്. ഇനിയും ഉയർന്നാൽ ഡാമുകളുടെ ഷട്ടർ ഇനിയും ഉയർത്തി കൂടുതൽ വെള്ളം തുറന്നുവിടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയിലാണ്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇവർ ഒരുക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മഴയുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഏലപ്പാറ, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 5 ദിവസങ്ങളോളമായി വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയിലുമാണ്. പല ഡാമുകളിലും, ഇടുക്കി, മലങ്കര ഉൾപ്പെടെ പല ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ ഇനിയും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇടുക്കി ഡാം 2362 അടി മുകളിലാണ് ഇപ്പോഴത്തെ തന്നെ ജലനിരപ്പ്. ഇനിയും മഴ പെയ്താൽ, കാലവർഷം ഇതേ രീതിയിൽ തുടർന്നാൽ 20 ദിവസം കൊണ്ട് 20 ദിവസത്തിനുള്ളിൽ അണക്കെട്ട് നിറയുമെന്നാണ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറും ഇത്തരത്തിലൊരു ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിലും ഉള്ളത്. ജലനിരപ്പ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ 135.25 അടിയായി ഉയർന്നിരിക്കുകയാണ്. ഇത് പരമാവധി സംഭരിച്ചിട്ട് 142 അടിയിൽ എത്തുവാൻ ഇനിയും കുറച്ച് ദിവസം കൂടി, ഇതേ രീതിയിൽ മഴ തുടർന്നാൽ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ വേണ്ടൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചെറിയ രീതിയിൽ വാഗമൺ, എടാട് തുടങ്ങിയ മേഖലകളിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ പോലെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും, താഴ്ന്ന പല പ്രദേശങ്ങളിലും, ചപ്പാത്ത് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ മഴയുടെ തോത് അല്പം കുറഞ്ഞതിനാൽ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ അല്പം കുറഞ്ഞതിനാൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പലയിടത്തും അപകട ഭീഷണി നിലനിൽക്കുന്നില്ല. അപകട ഭീഷണി തീരത്ത്, പെരിയാർ പുഴയുടെ ഉൾപ്പെടെ തീരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. പെട്ടിമുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പെട്ടിമുടിയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അവിടെ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്.
കനത്ത മഴയും കാറ്റും തണുപ്പുമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അപർണ. റൈറ്റ്, ഇടുക്കിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് സാഗർ നൽകിയത്. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് ചേരുകയാണ്. പ്രസാദ്, ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന വാർത്തകളും ഒഴുക്കിൽപ്പെട്ട് ആൾക്കാരെ കാണാതായി എന്നുള്ള വാർത്തകളും വരികയാണ്. എന്താണ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ? അപർണ, ഷൊർണൂർ സ്വദേശി വിനായകനെയാണ് കാണാതായിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി പാലത്തിന് സമീപമാണ് ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. ഇദ്ദേഹം യുവമോർച്ചയുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് ടീമും എല്ലാം തന്നെ തെരച്ചിൽ തുടരുകയാണ്. ഈ മേഖലയിൽ ജലനിരപ്പ് ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം താഴ്ന്നിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ നീരൊഴുക്കുണ്ട് എന്നുള്ളതാണ് തെരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭാരതപ്പുഴയിൽ വലിയ തോതിലുള്ള നീരൊഴുക്ക് ഉണ്ടായിരുന്നു. ശക്തമായ നീരൊഴുക്ക് തന്നെയാണ്. എന്നാൽ 2 ദിവസം മഴ ജില്ലയിൽ ഒട്ടാകെ തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പിൽ അല്പം താഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ശക്തമായ നീരൊഴുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയാണ് വിനായകനെ കാണാതായിട്ടുള്ളത്. പ്രദേശവാസികളെല്ലാം തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ഈ ശ്രമം തുടരുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ മറ്റിടങ്ങളിൽ എല്ലാം തന്നെ മഴയ്ക്ക് ഇന്ന് കുറവുണ്ട്. ശിരുവാണി മേഖലയിലാണ് ഇന്ന് ശക്തമായ മഴ നിൽക്കുന്ന മറ്റൊരു പ്രദേശം. അവിടേക്ക് ഇന്ന് റവന്യൂ സംഘം ആ മേഖല സന്ദർശിക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ശിരുവാണിയിലേക്ക് പോകുന്ന എസ്കർവിന്റെ അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ശിരുവാണി ശിങ്കമ്പാറ ആദിവാസി ഊരിൽ 39 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുള്ളത്. ആ മേഖലയിലെ പ്രതിസന്ധി, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് റവന്യൂ സംഘം ഇപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത്. ഇന്നലെയും ശ്രമം നടത്തിയിരുന്നു, പക്ഷേ മണ്ണിടിച്ചിലിനെ തുടർന്ന് അവർക്ക് മടങ്ങേണ്ടി വന്നു. റൈറ്റ്, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജലനിരപ്പ് ഉയർന്നതിന്റെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളും. നമുക്ക് തിരികെ വരാം വാർത്തയിലേക്ക്. ഒരു ചെറിയ ഇടവേള. മണ്ണിടിഞ്ഞു വീണ് കാണാതായവരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരണം 28 ഉയർന്നു. രക്ഷാപ്രവർത്തനം 3-ാം ദിവസവും തുടരുകയാണ്. நம்மளால ஹீட் வச்சும் போட்டுக்கலாம். தனியா இருக்கா? கச்சி இருக்கா? പ്രതികൂല കാലാവസ്ഥയാണ് സ്ഥലത്തെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ആകെയുള്ള പ്രശ്നം മഴയാണ്. ഏകദേശം ഇന്നലെയും മഴയായിരുന്നു നിർത്തിവെക്കേണ്ടിയിരുന്നു. രാത്രി അടക്കം നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയാണ്. പക്ഷേ മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് നടത്താൻ പറ്റുന്നത്. മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല, പ്രശ്നമില്ല. ബാക്കിയുള്ള കാര്യം ഞാൻ കമ്പനിയുടെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റിരിക്കുന്നത്. ആരെങ്കിലും ഇനി മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ ഓൾറെഡി മാറ്റിപ്പാർപ്പിച്ചെന്ന് പറയുന്നു. ഇനിയും ആരെങ്കിലും മാറ്റിപ്പാർപ്പിക്കാനുണ്ടെങ്കിൽ ഈ ഏരിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയാണ്. ഇതിനേക്കാളും ഡേഞ്ചറായ ഏരിയകളായിരുന്നു മറ്റൊക്കെ അവരോട് പറഞ്ഞിരുന്നു. എന്നൊക്കെ അവർ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും ഇനിയും സൗകര്യങ്ങൾ ഏർപ്പെടുത്താമെന്ന് കമ്പനി ഉറപ്പാണ്. രക്ഷാപ്രവർത്തനം, ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കുമെന്ന് പെട്ടിമുടിയിലെത്തിയ മന്ത്രി കെ രാജു പറഞ്ഞു. രാജമലയുമായി ബന്ധപ്പെട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഡ്രൈവിംഗ് ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരാണ്. മറ്റത് ഒരു വനിത. അപ്പോൾ അവരത്രയും പേര് ഫോറസ്റ്റിലെ ജീവനക്കാരായിട്ട് തന്നെ കണക്കാക്കാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഞാൻ എത്തിയത്. അവരുടെ കുടുംബാംഗങ്ങളെയും ബാക്കി ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെയും കാണാൻ കഴിയുമെങ്കിൽ കുടുംബങ്ങളിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് നമുക്കിപ്പോൾ വ്യക്തമല്ല. കുടുംബമായി തന്നെ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ തന്നെ അങ്ങനെ ഒന്നിച്ച് പോയിട്ടുണ്ടാകാനും ഇടയുണ്ട്. ഏതായാലും അവരെ കാണാനും ആശ്വസിപ്പിക്കാനും ഫോറസ്റ്റിലെ തന്നെ ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ച് എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നതിനുമൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതിപക്ഷ നേതാവും പെട്ടിമുടിയിലെത്തി സന്ദർശനം നടത്തി. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
പെട്ടിമുടിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ദിനത്തിൽ നിന്നും വ്യത്യസ്തമായി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അതിനുള്ളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണുള്ളത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കാകെ മുന്നിട്ടിറക്കിയിരിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ തലവയായ രേഖാ നമ്പ്യാർ നമ്മോടൊപ്പം ഉണ്ട്. മാഡം, ഏത് സ്ട്രാറ്റജിയിലാണ് കാര്യങ്ങൾ? See, this incident happened 3 days ago. And we have recovered around 26 bodies. 26 dead bodies കിട്ടിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട് കിട്ടാൻ. ഇന്നലെ ഉച്ചക്ക് മുതൽക്ക് there has been very heavy rains and that has hampered our activity a little bit. But today fortunately അത്ര മഴയുമില്ല, കുറച്ച് വെയിൽ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. So we are continuing with the activities. We plan to drain the water wherever it is possible and then start turning the soil to identify where bodies are. ഫിസിക്കൽ സെർച്ച് തന്നെയാണോ ഏറ്റവും എഫക്റ്റീവായ? മറ്റു മാർഗങ്ങൾ ഇപ്പം ഡോഗ് സ്ക്വാഡ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ലേസർ അങ്ങനെ എന്തെങ്കിലും ആധുനിക സംവിധാനങ്ങൾ വേറെ ഉപയോഗിക്കാം? See, dogs can either sniff live victims or they can sniff cadavers, that is dead bodies. In this case, we don't hope to get live victims. For that reason, cadaver dogs are being used. But cadaver dogs also are not very successful where there's lots of water because it will affect the smell. So, yes, we have tried, but I don't think we've been very successful using dogs. Same thing is true for technology also. Most of the technology is aimed towards live victim rescue. Thermal imaging, you see body heat. Acoustics, you sense movement, sound. Otherwise, seismic, you sense movement. In the case of dead bodies, none of these apply. So there are limitations to which technology or canine squad can be used in this kind of circumstances, waterlogged with such huge boulders to recover dead bodies. Given that background, the best is for us to try manual search. ഇനിയിപ്പം 2-3 ദിവസം കഴിയുന്നു, മൃതദേഹങ്ങൾ കൂടുതലും ഡീക്കേഡ് ആയി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതീക്ഷകൾ ഇനി അധികം കിട്ടുമെന്നൊരു കണക്കൂട്ടൽ ഉണ്ടോ? We never enter any challenge saying that vittu povum. We aim to recover everything. Let us see how many we will get. എന്തായാലും തീർച്ചയായും ഈ നേരിട്ടുള്ള പരിശോധനകൾ വഴി മാത്രമേ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ആധുനിക സങ്കേതങ്ങളും മറ്റുമൊക്കെ ഇത്തരം തെരച്ചിലുകളിൽ ഫലപ്രദമല്ല എന്നും അവർ വ്യക്തമാക്കുന്നു. ഫയർഫോഴ്സും പോലീസും ദുരന്ത നിവാരണ സേനാംഗങ്ങളുമൊക്കെ ഊർജിതമായി തന്നെ തെരച്ചിൽ നടത്തുന്നു. വരും മണിക്കൂറുകളിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ മൃതശരീരങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരുടെ കണക്കുകൂട്ടൽ. നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നേരത്തെ സ്ഥലത്ത് എത്തിയിരുന്നു. പെട്ടിമുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവരും സ്ഥലത്ത് സന്ദർശനം നടത്തി. ഇതേപോലെ ഒരു അപകടം നടന്ന സ്ഥലമാണ് നമ്മുടെ മൂന്നാറിലും രാജമലയിലുള്ളത്. അതുകൊണ്ട് അവിടെയും അദ്ദേഹം ഉണ്ടാവും എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ഞാൻ പങ്കുവച്ചതാണ്. മാത്രമല്ല ഈ ധനസഹായം ബന്ധപ്പെട്ട മിനിസ്റ്റർ അങ്ങനെ ചെറിയൊരു രണ്ടിടത്തും രണ്ട് രീതിയിലായി പോയി എന്നുള്ളത് അതെന്താണെന്ന് അത് സംസ്ഥാന ഗവൺമെന്റാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. കാരണം മനുഷ്യജീവൻ എല്ലാ സ്ഥലത്തും ഒരേ വിലയാണ്. അങ്ങനെ മനുഷ്യജീവന് വിലയിടാൻ പറ്റില്ല. ഇനി മനുഷ്യജീവന്റെ വില ഒരേ രീതിയിലാണ്. ഞാൻ വില എന്ന് പറയുമ്പോൾ അതിന്റെ തുകയല്ല, അതിന്റെ പ്രത്യേക മഹത്വം. അപ്പൊ അതില് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ഉറ്റവർക്കും അവർക്ക് ആശ്വാസം നൽകാൻ ഓരോ സ്ഥലത്ത് ഓരോ സമീപനവും മാനദണ്ഡവും എടുക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള സമീപനം സർക്കാർ എടുക്കണം. ധനസഹായത്തിന് വിവേചനം മാറ്റണം എന്നുള്ളൊരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എറണാകുളം ദേശത്തേക്ക് ഇപ്പോൾ എറണാകുളം പ്രദേശത്ത് കുന്നുംപുറം ദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനിത വിജി ചേരുന്നുണ്ട്. വിനിത, ഏത് രീതിയിലാണ് വെള്ളം രൂക്ഷമാകുന്നത്? പ്രത്യേകിച്ച് മലയോര മേഖല അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എങ്ങനെയാണ് ജലനിരപ്പ് ഉയരുന്നത്?
തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ദേശം 16-ാം വാർഡിലാണ്. ഈ വാർഡിൽ ഏതാണ്ട് 450ഓളം ആളുകളാണുള്ളത്. ഈ പ്രദേശം മുഴുവനായി ഏതാണ്ട് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാവുകയാണ്. ഏതാണ്ട് നമ്മുടെ അരയ്ക്ക് മുകളിലേക്ക് വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ മഴ ഇന്ന് രാവിലെ മുതൽ അല്പം ഒരു ശമനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ വെള്ളം കുറഞ്ഞത് കാരണം വീടും മറ്റും വൃത്തിയാക്കുന്നതിനായി അവർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഇവിടെയാണോ താമസിക്കുന്നത്? അതെ അതെ, ക്യാമ്പിലേക്ക് മാറിയതാണ് ഞങ്ങള്. വീടൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതിനേക്കാളും വെള്ളം കൂടുതലായിരുന്നു. അന്ന് രാത്രിയാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ മാറ്റിക്കോളാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ മുകളിലേക്ക് കയറ്റി, വീടിന്റെ മുകളിലേക്കൊക്കെ കയറ്റി വെച്ച് അങ്ങനെ മാറിയതാണ്. വന്നതാണ്. 7 പേര്. ഇപ്പോൾ 7ഓളം പേരടങ്ങിയ ഒരു കുടുംബത്തിലെ ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് തിരിച്ച് മടങ്ങിയെത്തിയതാണ്. ഈ ഇച്ചിരി വെള്ളക്കെട്ടിനൊരു ശമനം വന്നതുകൊണ്ട് വീടും മറ്റും വൃത്തിയാക്കുന്നതിനായി എത്തിയതാണ്. നമുക്കിപ്പോൾ മറ്റൊരു വീട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ വീടിന്റെ ഏതാണ്ട് പകുതിക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നതായാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ അവർ ക്യാമ്പിൽ നിന്നും വീടും മറ്റും വൃത്തിയാക്കുന്നതിനായി, വെള്ളം ചെറിയ തോതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീടും മറ്റു സാധനങ്ങളും ഒക്കെ വൃത്തിയാക്കുന്നതിനായി അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് ഏതാണ്ട് 5ഓളം വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവരെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു ആശങ്കയുള്ളത്, ഇനിയും മഴ കനക്കുകയാണെങ്കിൽ, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എറണാകുളത്ത്, ഇനിയും മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറുമോ എന്നടക്കമുള്ള ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. എവിടെയായിരുന്നു? ക്യാമ്പില്. പിന്നെ വീടൊക്കെ വെള്ളം കയറിയായിരുന്നു. സാധനങ്ങളൊക്കെ എന്തെങ്കിലും? സാധനങ്ങൾ കുറച്ചൊക്കെ മാറ്റി, പിന്നെ ഒന്നും കുറച്ചൊക്കെ എടുക്കാൻ ആളുകൾ എടുത്തിട്ടില്ല. ആശങ്കയുണ്ടോ? ഉണ്ട്. കുറച്ച് ബുക്കൊക്കെ മാറ്റി, പിന്നെ കുറച്ച് അത്യാവശ്യമൊക്കെ നനഞ്ഞു പോയി പുസ്തകങ്ങളൊക്കെ പിള്ളേരുടെ. ക്യാമ്പിലേക്ക് മാറിയതാണോ ചേച്ചി? ക്യാമ്പിൽ നിന്ന് വന്നതാണോ? അതെ അതെ, ഇത് ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് മൊത്തം. വെള്ളം കയറിയതിന്റെ ഇതായിട്ട് വീട്ടില്. എത്ര ദിവസത്തെ മഴയിലായി ഇങ്ങനെ വെള്ളം കയറിയത്? ഇന്നലെ വെള്ളം കയറിയതാണോ അതോ മുൻപത്തെ മഴയിലൊക്കെ തന്നെ വെള്ളം? ഇത് എപ്പോഴും ആലുവ ദേശത്ത് ജലനിരപ്പ് ഉയരുകയാണ്. ആൾക്കാർ നേരത്തെ തന്നെ ക്യാമ്പുകളിലേക്കും ബന്ധു വീടുകളിലേക്കും മാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് വിനീതയാണ് വിശദാംശങ്ങൾ നൽകിയത്. അപർണ, സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ KCB ചെയർമാൻ NS പിള്ള നമ്മളോട് ചേർന്നു. സർ, നമുക്ക് സംസ്ഥാനത്ത് 16 ഡാമുകളാണ് KCBയുടെ. എന്താണ് നിലവിലെ ഡാമുകളുടെ അവസ്ഥ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള 16 ഡാമിൽ 8 ചെറിയ ഡാമുകളെല്ലാം ഓൾറെഡി ഇപ്പോൾ മൺസൂൺ തുടക്കത്തിലേ തന്നെ നമ്മൾ സ്പില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളായിട്ടുള്ള വലിയ ഡാമുകളൊന്നും തന്നെ ഒരു സ്പിൽ സ്റ്റേജിലേക്ക് ഇന്നും എത്തിയിട്ടില്ല. ഇനി ഒരു 3-4 ദിവസം ഈ മഴ ഇതുപോലെ തുടർന്നാലും തുറക്കേണ്ട ഒരു ആവശ്യകതയില്ല. പിന്നെ ഇപ്പോൾ വരുമെന്ന് പറയുന്നൊരു വലിയ ന്യൂനമർദ്ദവും അതിന്റെ ഫലമായിട്ടുണ്ടാകാൻ കഴിയുന്ന ഒരു അതിതീവ്ര മഴ 220 മില്ലിമീറ്റർ മുകളിലോട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താൽ മാത്രമേ ഇപ്പോൾ അത്യാവശ്യം മേജറായിട്ടുള്ള ഇടുക്കി, ഇടമലയാർ, അതേപോലെ പത്തനംതിട്ട ബേസിനുള്ള കക്കി, അതേപോലെ ഷോളയാർ, ബാണാസുര സാഗർ തുടങ്ങിയ ഡാമുകൾ തുറക്കേണ്ട ആവശ്യകതയുള്ളൂ. എന്നാൽ പ്രത്യേകിച്ച് ഇന്ന് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ പമ്പ ഡാം തുറങ്ങും എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളക്ടറുടെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. 82 മീറ്റർ ക്യൂബ് അഥവാ ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് വെള്ളം തുറന്നുവിടാനാണ് അനുമതി. അത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ കാരണം വീണ്ടും അവിടെ മഴ പ്രവചിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഡാം തുറന്നുവിടുന്നത് നിരോധിതമാണ്. ഒരു പക്ഷേ ഈ രാത്രി ആകുമ്പോഴേക്ക് അത് റെഡ് ലെവലിലേക്ക് എത്താം. ഇപ്പോൾ അത് ഓറഞ്ച് ലെവലിലായിരുന്നു. അതുകൊണ്ട് ക്രമേണ ഒരു കൺട്രോൾഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ അനുവാദം വാങ്ങി. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 4 ഷട്ടർ ഓപ്പൺ ചെയ്ത് വളരെ ക്രമാനുഗതമായി വെള്ളം തുറന്നു വിടും. എന്നാൽ ഞാൻ ചാനലുകളെല്ലാം വായിക്കുന്നത് ഈ വെള്ളം തുറന്നു വിട്ടാൽ ഉടനെ 6 മണിക്കൂർ കൊണ്ട് വെള്ളം റാന്നിയിലെത്തും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇപ്പോൾ പമ്പയിലെ ലെവൽ ഇന്നത്തെ ഞങ്ങളുടെ റീഡിംഗ് അനുസരിച്ച് 7 മീറ്ററാണ്. 7 മീറ്ററാണ് ഡേഞ്ചർ ലെവൽ. അതിപ്പോൾ 6.4 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ തുറന്നു വിടുന്ന വെള്ളം ഈ 7ഉം 6.4നും ഉൾക്കൊണ്ട് തന്നെ
ഒഴുകിപ്പോയിക്കോളും. ഒരിക്കലും അത് തീരപ്രദേശത്തേക്കോ ഈ പറയുന്ന റാന്നിയിലേക്കോ ഓടിച്ചെന്ന് എത്തുന്ന തരത്തിലുള്ള ആശങ്കയ്ക്ക് ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗരൂകരാവണം. അതിനുവേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒഴുകിവിടുന്ന വെള്ളം വളരെ ക്രമാനുഗതമായി വളരെ സുരക്ഷിതമായി രാത്രിയിൽ ഒരുപക്ഷെ റെഡ് അലേർട്ട് വന്ന് തുറന്നു വിടുന്ന ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി മഴ പ്രതീക്ഷിച്ചുകൊണ്ട് ഓൾറെഡി ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ടയുണ്ട്, അതുകൊണ്ട് തുറന്നു വിടുന്നതാണ്. അതുകൊണ്ട് റാന്നിയിലൊക്കെ ഇപ്പോൾ ജനം പെട്ടെന്ന് പരിഭ്രാന്തരാകുന്ന ഒരു സ്ഥിതിയുടെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. 2018 സമാനമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു മഴ നിൽക്കുക. പിന്നീട് പെട്ടെന്നൊരു മഴ വരികയും ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയർന്നു ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. നമ്മൾ എങ്ങനെയാണ് അതിന് മുൻകൂട്ടി ഈ പ്രാവശ്യം കരുതുന്നത്? നിലവിൽ അന്നും ഇന്നും നമ്മൾ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഡാം തുറക്കുന്നത്. ഡാം തുറക്കണമെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അനുവാദം വേണം. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അനുവാദമില്ലാതെ കേരളത്തിൽ ഒരു ഡാം ഒരിക്കലും തുറന്നിട്ടില്ല. പക്ഷേ സംഭവിച്ചത് ഈ പറയുന്ന ഓഗസ്റ്റ് 10 വരെ മഴ പെയ്ത് ഡാമുകളൊക്കെ അതിന്റെ ഏതാണ്ട് ഒരു ഫുൾ റിസർവെയർ ലെവൽ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിചാരിതമായി പ്രതീക്ഷിക്കാത്ത IMD പോലും പ്രവചിക്കാത്ത ഭയങ്കരമായ ന്യൂനമർദ്ദം ഉണ്ടായി. ആ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ട് 14, 15, 16 ദിവസങ്ങളിൽ ആദ്യ തീവ്ര മഴ 3 ദിവസം തുടർച്ചയായിട്ട് നിന്നു. ആ IMDയുടെ പ്രവചനത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. VS അനുവാണ് KCB ചെയർമാൻ NS പിള്ള ന്യൂസ് 8നോട് സംസാരിക്കുകയായിരുന്നു. ആശങ്കയുടെ സാഹചര്യം ഇല്ല സംസ്ഥാനത്ത്. മുൻകരുതൽ നടപടികൾ കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡാം തുറക്കുന്നതും അതനുസരിച്ച് തന്നെയാണ് എന്നുകൂടിയാണ് KCB ചെയർമാൻ പ്രതികരിച്ചത്. ഇപ്പോൾ അല്പസമയം